കണ്ണി കണ്ടവരുടെ കയ്യിലെ കാശ് കണ്ടിട്ടല്ല മക്കളെ വളർത്താം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. അവരെ അങ്ങ് എക്സ്പോസ് ചെയ്യുവാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു വിശ്വാസിയല്ല. ഹായ്, ഞാൻ ദിവ്യ. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂട്യൂബിൽ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഞാൻ നേരെ നോക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന പോലെ തോന്നണില്ല അല്ലേ? ഇതിപ്പോൾ എവിടേക്കാണ് നോക്കണ്ടേ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ക്യാമറയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ എന്നെ നോക്കിയാണ് സംസാരിക്കണേ. ഓക്കെ, വാട്ട് എവർ. ഞാൻ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൺ വോയിസ് തന്നെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ചെയ്തു തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഈ റീസൺ കാര്യങ്ങളൊന്നും എടുത്ത് ചർച്ച ചെയ്യണ്ട എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്ത് പക്ഷേ എനിക്ക് ഒട്ടും സംസാരിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ പിറവത്ത് റീസെൻ്റായിട്ടൊരു ഫാമിലി സൂയിസൈഡ് ചെയ്തിരുന്നല്ലോ. ഒരു 2 കുഞ്ഞുങ്ങളും ഒരു കണ്ണ് കാണാത്ത സ്ത്രീയും ആളുടെ ഹസ്ബൻഡും. അതിനെപ്പറ്റിയാണ്. അപ്പം നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളും, ആൾക്ക് ആരോഗ്യമുണ്ടല്ലോ, ഒന്ന് ജീവിക്കാൻ ട്രൈ ചെയ്യായിരുന്നു, ആരൊക്കെയോ അവർക്ക് വീടും ഒക്കെ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് എന്തിനാ ചെയ്ത, വെയിറ്റ് ചെയ്യായിരുന്നു, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ആത്മഹത്യനെ സപ്പോർട്ട് ചെയ്യാനോ അതിനെ മഹത്വവൽക്കരിക്കാനോ ഒന്നല്ല കേട്ടോ. ഒരിക്കലും അങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. മാക്സിമം പൊരുതണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ ആ ആൾ നിന്ന ഒരു അവസ്ഥ അതിങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാനത് ഉറപ്പിച്ച് പറയുന്നല്ല, ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയോ, ഈ ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം, ഈ ലോകത്തല്ല നമ്മുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രിവിലേജ്ഡ് അല്ലാണ്ട് ജനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജനിച്ചു പോയി കഴിഞ്ഞാൽ അവനാണ് ഏറ്റവും വലിയ പാപി. ചിലപ്പോൾ അത് ഡയറക്റ്റായിട്ട് അങ്ങനെ പറഞ്ഞിട്ടായിരിക്കില്ല അവർ ഉപദ്രവിക്കുക. പല രീതിയിലുള്ള അവഗണനകൾ അവർ നേരിടേണ്ടി വരും. അട്ടപ്പാടിയിൽ മധു, പുള്ളിക്കാരൻ ഒരു മാനസികാസ്വസ്ഥയുള്ളൊരു യുവാവാണ്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് എന്തോ ആഹാരം മോഷ്ടിച്ചതിൻ്റെ പേരിലാണ് കുറച്ച് സദാചാരവാദികൾ ചേർന്ന് ഇല്ലാതാക്കിയത്. ഇപ്പോഴും ആ കുടുംബത്തിന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾക്കൊരു ഇല്ലായ്മ, ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിലും പോലും നമ്മൾ കടം ചോദിക്കുക. ഓൾറെഡി സഹായം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരും പറഞ്ഞു ഓൾറെഡി ആൾക്ക് വീട് കൊടുക്കാമെന്നോ എന്തോ ആരൊക്കെയോ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാറുന്നില്ലേ, അത് റിസീവ് ചെയ്യാറുന്നില്ലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആത്മാഭിമാനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ കുറച്ച് ആളുകളുടെ നിന്ന് സഹായം വാങ്ങുമ്പോൾ 100% നമ്മളെ മനസ്സറിഞ്ഞ് സഹായിച്ച് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാത്ത ആളുകളുണ്ട്. നമ്മളുടെ നിന്ന് വേറെ ഒന്നും പ്രതീക്ഷിക്കാത്ത ആളുകളുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ജനറലൈസ് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റിൽ ഒരു 100-ൽ 95% ആൾക്കാരും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല സഹായിക്കണേ എന്ന് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ കുറച്ച് പ്രതീക്ഷകൾ വയ്ക്കും. അതനുസരിച്ച് ഈ സഹായം റിസീവ് ചെയ്യുന്ന ആൾ പെരുമാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നന്ദിയില്ലാത്തവരാകും. പല സ്ഥലത്തും പ്രതികരിക്കാൻ പോലും പറ്റാണ്ടായിട്ടുണ്ട്. അതായത് എൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇത്രയും എക്സ്ട്രീം ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഞാൻ പറയാം, ഞാൻ ഇപ്പോൾ റിലേറ്റീവ്സിൻ്റെ അടുത്താണെങ്കിൽ പോലും ഞങ്ങളുടെ പഠിപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിന്നീട് നമ്മൾ ഒരു കാര്യത്തിന് പ്രതികരിച്ചാലോ അല്ലെങ്കിൽ നമുക്ക് വിളിക്കാൻ സമയം കിട്ടിയിട്ടില്ല, നമ്മൾ വിളിച്ചിട്ടില്ല അവരെ, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നന്ദിയില്ല. അതെങ്ങനെയാണ് നന്ദിയുടെ നല്ല മക്കളല്ലേ, എങ്ങനെ നന്ദി ഉണ്ടാവാനാ എന്ന് വെച്ചാൽ ഈ രീതിയിലുള്ള ഇങ്ങനെ സംസാരിക്കലാണ് ഞങ്ങൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ സഹായിക്കുകയും ചെയ്യും. സഹായിച്ചു കഴിഞ്ഞിട്ട് പറയും, അതേ കണ്ണി കണ്ടവരുടെ കയ്യിലെ കാശ് കണ്ടിട്ടല്ല മക്കളെ വളർത്തേണ്ടത്, അവനവൻ ഉണ്ടാക്കി വെക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ എൻ്റെ പാരൻസും കേൾക്കുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പ്രതികരിക്കാൻ പറ്റില്ലാതെ അടഞ്ഞു പോയ മക്കളാണ് ഞങ്ങൾ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സഹായം കൈപ്പറ്റി എന്നുള്ളതിൻ്റെ പേരിൽ. അപ്പോൾ ആ മനുഷ്യൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ കൊടുക്കാം എന്ന് പറഞ്ഞ ആ സഹായം അതിലേക്ക് എത്തുന്ന വരെ ഇയാൾ എന്താ അനുഭവിച്ചെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. നമുക്ക് ചിലപ്പോൾ ഒരിക്കലും അത് റിലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചിലപ്പോൾ പറ്റൂല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരു സഹായത്തിന് വേണ്ടി കൈ നീട്ടുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു ചാരിറ്റി വീഡിയോയിലാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവരങ്ങ് എക്സ്പോസ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും അറിയാം ഇയാൾക്ക് ചിലപ്പോൾ ഒരു വീടായിരിക്കാം ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. ഭാവിയിൽ ആ മനുഷ്യൻ എത്ര കഷ്ടപ്പെട്ടാലും എന്തോരം പണിയെടുത്താലും മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയാലും ആ മക്കൾ എന്തോരം കഷ്ടപ്പെട്ടാലും ആ ഒരു സഹായം വാങ്ങിയതിൻ്റെ കണക്ക് എല്ലാവരും പറയും. എന്ന് വെച്ചാൽ കൊടുത്ത ആൾ പറഞ്ഞില്ലെങ്കിൽ പോലും നാട്ടുകാർ പറയും, അവൻ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്. പക്ഷെ അത് കഴിഞ്ഞ അയാൾ വേർത്തതോ അയാളുടെ മക്കൾ കഷ്ടപ്പെട്ടതോ ഒന്നും ഈ ലോകം പരിഗണിക്കില്ല എന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. സീരിയസ്ലി ഗൈസ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് ദൈവത്തിന് ഇത്രയും വലിയ പള്ളികളും അമ്പലങ്ങളും? കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ വീടുകളിലേക്ക് ഈ പള്ളി കെട്ടാനും അമ്പലം കെട്ടാനും പറഞ്ഞ പിരിവിന് വരല്ലേ? നിങ്ങൾ വരില്ല. കാരണം പണ്ടത്തെ പോലെ എല്ലാ ആൾക്കാർക്ക് ബോധമുണ്ട്, കുറച്ചെങ്കിലും യുക്തിയും കൂടെ ഉണ്ട് ആളുകൾക്ക്. ഭക്തി മാത്രമല്ല, എല്ലാം ഉണ്ട്. ചിന്തിക്കുന്ന പിള്ളേരാണിപ്പോൾ. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ
വിരലിലെണ്ണാവുന്ന ആളുകളാണെങ്കിൽ പോലും വിരലിലെണ്ണാവുന്ന ആളുകളല്ല ഈ അവസ്ഥയിൽ കിടക്കുന്നത്. ഒരിക്കലല്ല. ഇപ്പോൾ ഒരു വീടുണ്ട് എന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളുകൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് പോലും ഉറപ്പില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരെയുള്ള ആളുകളും സിറ്റുവേഷൻസും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഒരാളെങ്കിലും അങ്ങനെ പട്ടിണി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവർ പട്ടിണിയല്ല എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ വേണം. അല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിഞ്ഞ ഭരണത്തിൻ്റെയും ഇപ്പോഴുള്ള ഭരണത്തിൻ്റെയും അതുപോലെ ഇനി ആരാണ് ഭരിക്കാൻ പോണേ അവരുടെയൊക്കെ കഴിവുകേടാവും അത്. എനിക്ക് ഏറ്റവും ദേഷ്യം മതങ്ങളോടാണ്. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കണു എന്ന് അവകാശപ്പെടുന്ന മതങ്ങൾ സ്വർണ്ണക്കിരീടവും പാലഭിഷേകവും വലിയ വലിയ ദൈവാലയങ്ങളും ഇതിനൊക്കെ കോടികളാണ് മുടക്കുന്നത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു വിശ്വാസിയല്ല. എൻ്റെ വിശ്വാസം പറയുന്ന ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ കുഞ്ഞു ചെറുപ്പത്തിലെ മുതൽ ഞാനും എൻ്റെ അനിയത്തിയും ഈ പള്ളി പെരുന്നാളിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും അതുപോലെ മലയാറ്റൂർ പള്ളി പോവും. ഞങ്ങൾ എന്നും മല കയറാൻ വേണ്ടി പോവും. അപ്പോൾ ഞങ്ങൾ എന്തിനാ ഒരു സീസൺ ആവാൻ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പപ്പയും അമ്മയും ഞങ്ങളുടെ അച്ചാച്ചന്മാരും അപ്പൂപ്പൻ്റെ അമ്മൂമ്മയും റിലേറ്റീവ്സും ഒക്കെ നമുക്ക് പൈസ തരും ഇങ്ങനെ പോകാൻ വേണ്ടി പോകുമ്പോൾ. ഒരു 50 രൂപയോ അങ്ങനെയൊക്കെ ഞങ്ങളത് ചില്ലറയാക്കി കൈ പിടിച്ചിട്ട് ഈ പൈസ ചോദിക്കാനിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരിങ്ങനെ തലയിൽ തൊടും നമ്മുടെ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ഇമോഷണൽ സംഭവം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ പള്ളികളിൽ ഒന്നും പെരുന്നാളിനൊന്നും ഈ പൈസ ചോദിക്കാൻ വരുന്ന വയസ്സായ ആളുകളെ കാണാനില്ല. അപ്പോൾ ആരോ പറഞ്ഞു പള്ളിയിലൊരു നിയമം വന്നു, ഉള്ളിൽ ഭിക്ഷാടകർ വരാൻ പാടില്ല എന്ന്. കാരണം ആ പൈസയും കൂടെ പള്ളിയുടെ നേർച്ചപ്പെട്ടിയിലോട്ട് വീഴണേ. അതിൻ്റെ ബാക്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ അതിനുണ്ടാവാം. പക്ഷേ അന്ന് ഒരു കുഞ്ഞു കുട്ടി എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായത്. അപ്പോഴൊക്കെ ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തിനാ ദൈവം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എന്തിനാ ദൈവം? ഇപ്പം ഞങ്ങൾ ദൈവമൊന്നും ആയില്ലെങ്കിലും ഞങ്ങൾക്കുള്ള ഒരു ഇമോഷണൽ ഒരു സെൻറ്റിമെൻറ്റ്സ്, ഒരു സിമ്പതി അതുണ്ട്. ഈ പറയുന്ന ദൈവങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളുകൾക്കും അതുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലോകത്തുള്ള ഏറ്റവും വലിയ പലിശക്കാർ വരെ വന്ന് പള്ളിയിലെ ഏറ്റവും മുമ്പിൽ നിൽക്കും. ലോകത്തുള്ള ഏറ്റവും വലിയ കള്ളന്മാരായിരിക്കും ഏറ്റവും ഫസ്റ്റ് കയ്യും വിരിച്ച് നിൽക്കുന്നത്. ഞാനൊരു പള്ളീനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ഞാൻ ജനിച്ചത് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലായതുകൊണ്ട് ഞാൻ പറയാം. ഏറ്റവും മനസാക്ഷി ഇല്ലാത്ത ആളുകളെ ഞാൻ കണ്ടേക്കുന്നത്. ഈ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളെയാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ദൈവങ്ങളുടെയും അമ്പലങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും ഒക്കെ പിന്നാലെ പോയിക്കോ. പിന്നെ ലക്ഷറിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന കുറേ ആളുകൾ. അവർക്ക് മനസ്സിലാവില്ല, ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് അത്രയും ഹാപ്പി ആയിട്ട് അതിൽ മതിമറന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായിരിക്കും അവരുടെ ഏറ്റവും വലിയ സ്വർഗം. അവരുടെ ലക്ഷറി അതായിരിക്കും. അതിനെ പറ്റി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷെ ലംബോർഗിനി അതിലൊന്നും ഇരുന്ന് മരിച്ചു കഴിഞ്ഞാൽ അതാണ് മരണം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഈ ലക്ഷറിയുടെയും ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ഭക്തിയുടെയും ദൈവങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളുടെയും വലിയ വലിയ വഴിപാടുകളുടെയും വലിയ വലിയ ദേവാലയങ്ങൾ കെട്ടിപ്പടുക്കാനും പോകുന്നവർ പോയിക്കോ. ഇങ്ങനെ കുറേ എണ്ണങ്ങൾ തെരുവിൽ കിടന്ന് മരിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നറിയോ? അന്ന് ഞാൻ ഈ വിശ്വാസം എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്ന് പടിയിറങ്ങിയില്ലേ, അതുപോലെ ഒരുപാട് പേര് ഇറങ്ങിപ്പോവും. അവർ ചിന്തിക്കാൻ തുടങ്ങും, ലോജിക്കലി ചിന്തിക്കാൻ തുടങ്ങും. എനിക്കൊരു മതത്തിൻ്റെയും ആവശ്യമില്ല നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള തിരിച്ചറിവ് വരും. ഞാൻ ഇതുപോലൊരു ദേവാലയം വഴി ഒരാളെ സഹായിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കൊണ്ട് കൊടുത്തോളാം, ഞാനായിട്ട് കൊടുത്തോളാം എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഈ ചാരിറ്റികളും എല്ലാം തീർന്നു. കുറച്ചെങ്കിലും മനുഷ്യരാവാൻ നോക്കാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഒന്നും ഇല്ലാണ്ട് ജനിക്കുന്നതല്ല. പക്ഷെ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു മനസ്സുണ്ടാവും. അവരുടെ കയ്യിൽ ഭക്ഷണം ഇല്ലെങ്കിൽ പോലും ആരെങ്കിലും ദാനം കൊടുക്കണ ഭക്ഷണം അടുത്തൊരു പട്ടി, ഒരു തെരുവ് പട്ടി വിശന്നിരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ നിന്ന് അവർ ഷെയർ ചെയ്യും. അതാണ് അങ്ങനെയുള്ളവരുടെ ഗുണം. പക്ഷേ ഈ ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാം കിട്ടി, എല്ലാം 3 നേരം 4 നേരം വെട്ടിവിഴുങ്ങാൻ കിട്ടുന്ന ആളുകൾക്ക് പലർക്കും കാണാത്തൊരു ക്വാളിറ്റിയാണത്. സോ അങ്ങനെയുള്ളൊരു മനുഷ്യരായിരിക്കും. അതുകൊണ്ട് അവർ ഒന്നുമില്ലാണ്ട് ജനിച്ചു പോയി എന്നുള്ളതല്ല കുറ്റം. ഓക്കെ, നമുക്കൊക്കെ ഈ വേടനെ ഇഷ്ടാവാൻ കാരണം അയാളുടെ പേഴ്സണൽ ലൈഫോ അവനൊരു കഞ്ചാവോളി ആയതുകൊണ്ടോ അല്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മോസ്റ്റ് ഓഫ് ദ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും പുള്ളിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം കുറേ ആളുകൾ പറയാൻ ആഗ്രഹിച്ച സാധനങ്ങൾ വേർഡ്സ് നമ്മളുടെ മുമ്പിൽ എത്തിച്ച ഒരാളാണ്. നിങ്ങൾ കേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് വേർഡ്സ് കുറച്ച് പാട്ടുകൾ നമുക്ക് തന്നു. അതിൻ്റെ പവർ അത് എത്ര വർഷം കഴിഞ്ഞാലും അത് ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് കുത്തിപ്പൊക്കുന്നറിയോ? അവൻ്റെ പേഴ്സണൽ ലൈഫ്. എന്നിട്ട് പറയും, നിങ്ങളൊക്കെ വേടൻ്റെ ആൾക്കാരല്ലേ, കഞ്ചാവോളികൾ, ഇങ്ങനെയൊക്കെ പറയും. പിള്ളേരെ പോലും അങ്ങനെ തിരിച്ചു നിർത്തുന്ന ആൾക്കാരെ എനിക്കറിയാം. കാരണം ഈ പറഞ്ഞ ആൾക്കാർ പ്രിവിലേജ്ഡാ.
എത്ര പറഞ്ഞാലും ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകൾക്ക് മനസ്സിലാവില്ല. അവനവൻ്റെ ജീവിതത്തിൽ വരുന്നവരെ, അവനവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരെ മറ്റുള്ളവരുടെ കഥകളൊക്കെ നമുക്ക് കെട്ടുകഥകളായിരിക്കും. സോ പുച്ഛിക്കാതിരിക്കുക. നിങ്ങൾ എൻ്റർടൈൻഡ് ആവുന്ന കലാകാരന്മാരുടെ പുറകെ നിങ്ങൾ പോയിക്കോ. അതിനാരെങ്കിലും കളിയാക്കാൻ വേണ്ടി വരുന്നുണ്ടോ? നിങ്ങൾ എന്തിനാ ഈ ബാക്കിയുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കുറച്ച് പേരെങ്കിലും സംസാരിക്കട്ടെ. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സംസാരിച്ച് കുറച്ച് ആളുകളുടെ തലയിലെങ്കിലും അത് കയറട്ടെ. ഭരിക്കുന്ന ആളുകളുടെ തലയിൽ അത് കയറട്ടെ. സോ പട്ടിണി ഇല്ലാതാവട്ടെ, ഇങ്ങനെയുള്ള മരണങ്ങളില്ലാതാവട്ടെ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷറിയിൽ അവിടെ ജീവിച്ചോ. ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളെ ചവിട്ടി അരയ്ക്കാതെ അവർക്കൊരു സ്പേസ് കൊടുത്താൽ മതി ജീവിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് അവർക്ക് ആവശ്യമില്ല. സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. എനിക്കറിയില്ല ഞാൻ ടോപ്പിക്കിൽ നിന്ന് പോയോന്നോ, ഞാൻ എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ എങ്ങനെയൊക്കെയോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. കാരണം എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഒത്തിരി അനുഭവങ്ങളും ഉണ്ട്, മനസ്സിലാവും. അപ്പോൾ പല രീതിയിൽ ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ പ്രിവിലേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞു വരുമ്പോൾ അടുത്തത് ഓർക്കും, അപ്പോൾ അതിനകത്തോട്ട് പോകും. അടുത്തത് പറഞ്ഞു വരുമ്പോൾ ഇപ്പുറത്ത് വേറെ ഓർക്കും, അപ്പോൾ അതിനകത്തോട്ട് പോകും. അങ്ങനെ ഒരു വെപ്രാളം എൻ്റെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റി കാണും. കാരണം അത് ലൈഫിൽ അനുഭവിച്ച ആളുകൾക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഹിറ്റ് ചെയ്യും. സോ നമുക്ക് നമ്മുടെ വേർഡ്സിൽ പ്രതികരിക്കണം എന്നുള്ള സ്വപ്നം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൺ വോയിസ് അറിയിടാൻ വേണ്ടിയിട്ട് ധൈര്യം ആർജിച്ചത് ഞാൻ. കാരണം ഈ സഹായം വാങ്ങിയതിൻ്റെ പേരിൽ അടയ്ക്കപ്പെട്ട മക്കളുകളിൽ ഒരു 2 പേരാണ് ഞാനും എൻ്റെ അനിയത്തിയും. സഹായം സ്വീകരിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്ന സ്വഭാവം നമുക്കില്ല. അവരുടെ ലൈഫ് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ആരും ജഡ്ജ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും പോകാറില്ല. പക്ഷേ നമ്മുടെ ഒരു ഫ്രീഡം അതങ്ങ് ഇല്ലാണ്ടായിപ്പോയി. നമ്മളെ ചവിട്ടി തേച്ചാലും അതെന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം സഹായം വാങ്ങി. ഓക്കെ, സോ എത്ര ആളെ സഹായിച്ചു എന്ന് പറഞ്ഞാലും ആത്മഹത്യ എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് ഇതുപോലെ ഒരുപാട് കാരണങ്ങളുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ മനക്കെട്ടി. ഇങ്ങനെയുള്ള ആളുകൾ രക്തസാക്ഷികളാവുമ്പോഴെങ്കിലും ബാക്കി ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റുള്ളവർ കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഓക്കെ, താങ്ക് യു. എൻ്റെ ഏറ്റവും കുറച്ച് അനുഭവങ്ങളാട്ടോ ഞാനീ പറഞ്ഞത്. ഇനിയുണ്ട് ഒത്തിരി. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആരെങ്കിലേക്ക് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ഉണ്ടെങ്കിൽ, കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനിതിൻ്റെ ഒരു പാർട്ട് 2 ചെയ്യാം. താങ്ക് യു.